എല്ലാവർക്കും നമസ്കാരം. ഡബ്ലിൻ മെല്ലോ വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ജസ്റ്റ് ലോയിസ് ഫ്രം ഡബ്ലിൻ മെല്ലോ വേൾഡ്. ഇന്ന് നമ്മൾ കാര്യം പറയാൻ പോണ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോകാറൊക്കെയുണ്ട്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ നഴ്സിംഗ് മേഖലയിൽ അങ്ങനെ പ്രഷറൈസ്ഡ് ആയിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ട് ആയിരിക്കും. ചില സമയങ്ങളിൽ നമുക്ക് ഇതിലെ കംപ്ലൈൻറ്റ്സ് വരാം, അല്ലെന്നുണ്ടെങ്കിൽ സ്ട്രെസ്ഡ് ഔട്ട് ആവാം കൂടെ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ഒരു സ്ട്രെസ്ഫുൾ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ നാട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും എവിടെയെങ്കിലും ആയിക്കോട്ടെ. അപ്പം നമുക്ക് എപ്പോഴും ഒരു പ്രാർത്ഥന അതിന് ഒതുങ്ങുന്ന രീതിയിലുള്ള നമ്മ പ്രാർത്ഥനകൾ വളരെ നല്ലതാണ് കേട്ടോ. അപ്പം ഈ ജോലിക്ക് പോകുന്ന സമയത്തും ഒക്കെ ചെല്ലാൻ പറ്റിയ ഒന്ന് രണ്ട് പ്രാർത്ഥനകൾ, ഞാൻ ചെല്ലുന്ന രണ്ട് പ്രാർത്ഥനകളെ കുറിച്ച് ജസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോ ആരും ചോദിച്ചിട്ടല്ല, പക്ഷെ എന്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയുന്നതാണ്. അപ്പൊ നമ്മൾ രാവിലെ വൈകിട്ട് ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് ഇപ്പൊ എന്റെ കൈസാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ ദിവസവും നമുക്ക് അവിടെ ഒരു ചാപ്പല് കാര്യങ്ങളുണ്ട്. അപ്പൊ ആ ചാപ്പലിൽ പോയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോകാറുണ്ട്. ആ പ്രാർത്ഥന സമയത്ത് ഞാൻ ചെല്ലുന്ന ഒന്ന് രണ്ട് പ്രാർത്ഥനകളെ കുറിച്ചാണ് ജോലിക്ക് കയറുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാനും മാതാവിനോടൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റിയ ഒന്ന് രണ്ട് പ്രാർത്ഥനകളാണ് കേട്ടോ ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 കൊലോസ്യർ 1:7-23 ആ രീതിയിലുള്ള വാക്യങ്ങളാണ്. കർത്താവ്, എന്റെ ജോലിയിലൂടെ അങ്ങയെ സേവിക്കാൻ എനിക്ക് ലഭിച്ച അവസരത്തിന് ഞാൻ നന്ദി പറയുന്നു. എന്റെ ജോലി ദിവസത്തിലുടനീളം ഞാൻ ചെയ്യുന്നതും പറയുന്നതും എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയല്ല കർത്താവെ, അങ്ങേക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. വളരെ നല്ലൊരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഉള്ള വേറൊരു പ്രാർത്ഥനയാണ്, എന്റെ ജോലി ദിവസം ആരംഭിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല ജോലി ചെയ്യുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ അങ്ങ് എനിക്ക് മുൻപേ പോയി ഞാൻ അങ്ങയുടെ കൂടെ ഉണ്ടാവും. അങ്ങ് ഒരിക്കലും എന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഞാൻ ഭയപ്പെടുകയും നിരുത്സാഹപ്പെടുകയുമില്ല എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥന ആവർത്തന പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഈ രണ്ട് പ്രാർത്ഥനകൾ പ്രത്യേകം നോട്ടിഫൈ ചെയ്ത് വെക്കുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ജോലിക്ക് മുന്നേ പോകുമ്പോൾ ചെല്ലാൻ പറ്റിയ വേറൊരു പ്രാർത്ഥനയാണിത്. ഇത് 1 കൊരിന്ത്യർ 1 മുതൽ 1-ാം അധ്യായം 10-ാം വാക്യമാണ്. ആക്ച്വലി, കർത്താവ് എന്റെ സഹപ്രവർത്തകരും ഞാനും അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നതിൽ പരസ്പരം യോജിക്കണമെന്നും ഞങ്ങൾക്കിടയിൽ ഭിന്നതകൾ ഉണ്ടാകരുതെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അതെ, ഞങ്ങൾ മനസ്സുകൊണ്ട് പൂർണ്ണമായും ഐക്യമത്യപ്പെടണം എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഈ ഒരു പ്രാർത്ഥന ഭയങ്കര ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾക്കൊക്കെ ചില സമയങ്ങളിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ട് ചില വാക്കുതർക്കങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഭിന്നതകളോ ഒക്കെ ഉണ്ടാവും. നമ്മുടെ ജോലി സ്ഥലങ്ങൾ നമുക്കറിയാലോ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം ചില സമയങ്ങൾ. അതൊക്കെ ഒരു നമ്മളെ കൊണ്ടുപോകുന്ന തലങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സീരിയസ്, നമ്മുടെ ജോലി പോകുന്ന വരുന്ന രീതിയിലേക്ക് നമ്മൾ എത്തിക്കാം. അപ്പൊ പ്രത്യേകം അങ്ങനെയുള്ള ആളുകളുമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും. കാരണം എനിക്ക് പേഴ്സണലി 1-2 സിറ്റുവേഷൻസിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. നമ്മുടെ കൂടെ നിന്നൊരു സ്റ്റാഫ് നമുക്കിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുകയൊക്കെ ചെയ്തിട്ട് അവരെ പിടിച്ച് അവർക്ക് താക്കീത് കൊടുക്കുകയൊക്കെ ചെയ്തു. ആ സിറ്റുവേഷൻ ഞാൻ ജോലി ചെയ്യുന്ന സമയത്തും എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ പ്രത്യേകം ഓർക്കാൻ, നമ്മൾ അങ്ങനെ സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഒരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹം നമുക്ക് ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ ജോലി മേഖല എന്ന് പറയുമ്പോൾ നമുക്ക് റിസ്ക് ഉള്ള മേഖലയാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലി ഒരു ഞാണിമേക്കളി എന്നുള്ള രീതിയിൽ തന്നെ പറയാനായിട്ട് പറ്റും. നമ്മൾക്കിപ്പോൾ പ്രത്യേകം ഓർക്കുക, ഇങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മൾക്ക് വളരെ നന്നായിട്ട് ഉപകാരപ്പെടും. പ്രത്യേകം ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ ജോലിക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട്. അപ്പം ഈ 3 പ്രാർത്ഥനകൾ നിങ്ങൾ മനസ്സിലൊന്ന് വെച്ചേക്കണം. ആർക്കെങ്കിലും ആ പ്രാർത്ഥനയുടെ ലിങ്കോ അല്ലെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വാക്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഇല്ലെങ്കിൽ ഇതിന് പറയുന്നുണ്ട്, ഞാൻ അതിന്റെ വാക്യങ്ങളുടെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതും കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അപ്പം നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള, നമുക്ക് ഒരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള സിറ്റുവേഷൻ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ള വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം അതിന് നമ്മുടെ ഒരു കഴിവോ കാര്യങ്ങളോ മാത്രം ദൈവത്തിന്റെ അനുഗ്രഹം കൂടി ഉണ്ടായിരിക്കണം എന്നുള്ളത്